بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. السلام. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ ഉസൂലു സലാസ എന്ന റിസാലയുടെ രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച സൂറത്തുൽ അസ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള 4 മസ്അലകൾക്ക് ശേഷം തൗഹീദിന്റെ ഇനങ്ങൾ വിശദീകരിക്കുന്ന 3 മസ്അലകൾ ഷെയ്ഖ് തുടർന്ന് കിതാബിൽ കൊണ്ടുവന്നു. അതിലൊന്നാമത്തെ മസ്അല അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല ബൽ അർസല ഇലൈന റസൂല ഫമൻ അതാഅഹു ദഖല അൽജന്ന വമൻ അസാഅഹു ദഖല അന്നാർ. ഈ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു, അവൻ നമുക്ക് റിസ്ക് നൽകി. വലം യത്രുക്ന ഹമല, അവൻ നമ്മെ വെറുതെ ഉപേക്ഷിച്ചില്ല. അല്ലാഹു സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു. എന്നിട്ടവൻ നമ്മെ കൽപ്പിക്കാതെ വിലക്കാതെ അവൻ വെറുതെ വിട്ടിട്ടില്ല. അങ്ങനെ ഈ ജീവിതം അതങ്ങ് ജീവിച്ചു തീർക്കാനുള്ളതാണ്. മനുഷ്യന്മാർ ദുനിയാവിൽ ജീവിക്കുന്നു, അങ്ങനെ മരിച്ചു പോകുന്നു, മരണത്തോടുകൂടി എല്ലാം ഇല്ലാതാകുന്നു, അതോടെ എല്ലാം അവസാനിക്കുന്നു. ഈ വിചാരം മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. നമുക്ക് കാണാം, കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തം, അതിലെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഉറ്റവരും ഉടയവരും ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ഒരു രാത്രി കൊണ്ടെല്ലാം മണ്ണിനടിയിലായി. അവരിൽ പലരും അള്ളാഹുള്ള പ്രതീക്ഷ കൈവിട്ട് സംസാരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ആരാണുള്ളത്, എന്താണുള്ളത്? എല്ലാം നശിച്ചു, ഇനി എന്തിനാണ് ഞങ്ങൾ ജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ ജീവിതത്തോടെ എല്ലാം കഴിഞ്ഞോ? ഈ ദുനിയാവിലെ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞോ? ഒരിക്കലും നമ്മളങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് അവരങ്ങനെ ധരിച്ചു വശായിട്ടുള്ളത് അന്യായമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി. മറിച്ച് മുസ്ലിമീങ്ങൾ അവരെ അള്ളാഹു സൃഷ്ടിച്ചതും ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതും ഈ ദുനിയാവിലെ ജീവിതവും മരണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനു സൃഷ്ടിച്ചു, എന്തിന് നമ്മളിവിടെ ജീവിക്കുന്നു, ഈ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ആകാശങ്ങളും ഭൂമിയും രാവും പകലും മാറി മറിയുന്നതുമെല്ലാം കണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ സംസാരം എങ്ങനെയായിരിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മറിയുന്നതിൽ അത് കണ്ട് മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ
അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു പറയുമെന്നാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, അള്ളാഹുവെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. അലൈക്കുമുസ്സലാം. വെറുതെ കണ്ട് കൺകുളിർക്കാൻ, കോരിത്തരിക്കാൻ, പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാൻ, അത് കഴിഞ്ഞാൽ അള്ളാഹുവിനെ മറന്ന് ധിക്കരിച്ച് ജീവിക്കാൻ, തോന്നിയതുപോലെ തന്നിഷ്ടം പോലെ ഈ ജീവിതം ഒടുക്കി തീർക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, വെറുതെ സൃഷ്ടിച്ചതല്ല. അതാണ് ഷെയ്ഖ് ഈ ആദ്യത്തെ മസ്അലയിൽ പറയുന്നത്, അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ നമുക്ക് റിസ്ക് നൽകി, അവൻ നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. എന്തിനാണ് പിന്നെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്? പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് രണ്ട് രൂപത്തിൽ നമ്മൾ അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം. ഒന്ന്, ഗായത്തു മുറാദത്തിൻ മിനൽ ഇബാദാത്ത് വഗായത്തു മുറാദത്തിൻ ബിൽ ഇബാദ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മിൽ നിന്നുണ്ടാകേണ്ടതാണ്, മറ്റൊന്ന് അള്ളാഹു നമ്മെ കൊണ്ട് നടപ്പിലാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹു സൂറത്തു ത്വലാഖിലൂടെ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ, അള്ളാഹു അവനാകുന്നു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്. വമിനൽ അർളി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്ന് സമാനമായ 7 ഭൂമികളും അവൻ സൃഷ്ടിച്ചു. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. 7 ആകാശങ്ങൾ എങ്ങനെയാണുള്ളത്? മുകളിലേക്ക് അടുക്കടുക്കായി, ഒന്നിനു മുകളിൽ ഒന്നൊന്നായി 7 ആകാശങ്ങളുണ്ട്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. ഇതുപോലെ 7 ഭൂമികൾ താഴേക്കുമുണ്ട്. അടിയിലേക്കായി, താഴേക്കായി 7 ഭൂമികളുമുണ്ട്. ഇത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. ശാസ്ത്രം കണ്ടെത്തിയാലും ശരി, കണ്ടെത്തിയിട്ടില്ലെങ്കിലും ശരി. അപ്പൊ 7 ആകാശങ്ങളും സമാനമായ 7 ഭൂമികളും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങും. അള്ളാഹുവിന്റെ വഹിയായ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കൽപ്പനകൾ ഇറങ്ങും മലക്കുകൾ വഴി. അത് അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് അറിയിച്ചു തരും. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതെല്ലാം ഈ വഹിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങും. എന്തിനു വേണ്ടിയാണത്? അള്ളാഹു പറയുന്നു, ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്ന സൂക്ഷ്മമായ അറിവുള്ളവനാണ്, അവൻ സർവശക്തനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു ഈ ജീവിതം നൽകി, അവന്റെ അമ്പിയാക്കളെ നിയോഗിച്ചു, നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, അവന്റെ ദീൻ നമുക്ക് എത്തിച്ചു തന്നു. എന്തിനു വേണ്ടിയാണിത്? ലിതഅലമു, അള്ളാഹുവിനെ നമ്മൾ അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ സൃഷ്ടിപ്പിലൂടെ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലൂടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ദീനിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കണം, അവനെക്കുറിച്ച് അറിയണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിയണം. ഇവിടെ ലിതഅലമു എന്ന ലാമിനെ, അതിൽ വന്നിട്ടുള്ള ലാമിനെ പണ്ഡിതന്മാർ വിളിക്കുന്നത് എങ്ങനെയാണ്? ലാമുൽ തഅലീൽ, ലാമുൽ ഹിക്മ, ലാമുൽ ഗായ. എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്? അതിന്റെ യുക്തി എന്താണ്? അതിന്റെ കാരണം എന്താണ്? അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തൊരു ലക്ഷ്യത്തിനാണ്? ആ ലക്ഷ്യം ആ ലാമിലുണ്ട്. ആ ലാമിന് ശേഷം അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. റബ്ബാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഒരു ജിന്നിനെയും ഒരു ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ ഇതാണ് അൽ ഗായത്തുൽ മുറാദതു മിൻഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് കൊണ്ട് നമ്മിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത്, നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിനെ അറിയുക,
അവനെക്കുറിച്ച് പഠിക്കുക, അവന് മാത്രം ഇബാദത്തുകൾ വകവെച്ച് നൽകുക. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് എന്ത് നൽകും? ആ അടിമകളെ കൊണ്ട് എന്താണ് അള്ളാഹു ലക്ഷ്യമാക്കുന്നത്? അള്ളാഹുവിനെ അനുസരിച്ച് അവനെ മനസ്സിലാക്കി ഒരാൾ ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ ഒരാൾ ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് ജീവിച്ചവർക്ക് അവന്റെ ഫദ്ലായി പ്രതിഫലം നൽകും. ജസാഉഹും ബിൽ ഫദ്ലി വൽ അദ്ൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ രണ്ട് കാര്യമാണ്. ഒന്ന് അൽ ഫദ്ൽ, രണ്ട് അൽ അദ്ൽ. ഫദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കി അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് അവൻ ഔദാര്യമായി നൽകുന്ന സ്വർഗം, അവർക്ക് നൽകുന്ന പ്രതിഫലം. അദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അവനെ ധിക്കരിച്ച് ജീവിച്ച കുഫാറുകൾക്ക്, നിഷേധികൾക്ക് അള്ളാഹു നീതിയിൽ വിധിക്കുന്ന ശിക്ഷ. അത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്കുള്ള നീതിയാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് കൂലിയും സ്വർഗവും നൽകുന്നത്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് നരകവും ശിക്ഷയും വിധിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിച്ചവർക്കുള്ള നീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് യൂനുസിലൂടെ, ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. അള്ളാഹുവാണ് സൃഷ്ടി ആരംഭിച്ചവൻ. എല്ലാ മനുഷ്യരെയും ഏത് സൃഷ്ടികളെയും ഒരു മുൻമാതൃകയില്ലാതെ ആദ്യമായി ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. സുമ്മ യുഈദു, അവൻ തന്നെയാണ് വീണ്ടും അതിന്റെ സൃഷ്ടിപ്പിനെ ആവർത്തിക്കുന്നത്. ഇവയെല്ലാം നശിച്ചു കഴിഞ്ഞാൽ, മണ്ണായി നുരുമ്പായി തീർന്നാൽ, എല്ലായി അടിഞ്ഞു കഴിഞ്ഞാൽ അവക്ക് വീണ്ടും ജീവൻ നൽകി. അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ, ഒലിച്ചു പോയി കഴിഞ്ഞാൽ, ഭൂമിക്കടിയിൽ മൃതശരീരം പോലും കിട്ടാതെ ലഭ്യമാകാത്ത രൂപത്തിൽ മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു ജീവിതമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇല്ല. അള്ളാഹുവിനത് നിഷ്പ്രയാസം നടത്താവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. എങ്കിൽ പിന്നെ മണ്ണിൽ നിന്ന് വീണ്ടും സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നവൻ അവനാണ്. എന്തിനു വേണ്ടിയാണത്? ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാനുള്ളവർക്ക്, അതായത് ഈ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി ഈമാൻ ഉൾക്കൊണ്ട് അവനെ വഴിപ്പെട്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ചവർക്ക്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അതിന് തത്തുല്യമായ പ്രതിഫലം നൽകാൻ. അതാണ് അൽ ജസാ, അള്ളാഹുവിന്റെ ഫദ്ൽ. ബിൽ ഖിസ്തി വല്ലദീന കഫറൂ ലഹും ശറാബുൻ മിൻ ഹമീമിൻ വഅദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ഫുറൂൻ. അപ്പുറത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷയും ചുട്ടുപൊള്ളുന്ന നരകത്തിലെ പാനീയവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. എന്താണത്? ബിൽ ഖിസ്ത്. അത് അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കുക, അവന്റെ നാമങ്ങളിലൂടെ സലാം, അവന്റെ വിശേഷണങ്ങളിലൂടെ അവനെ മനസ്സിലാക്കുക, എന്നിട്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവന്റെ ദീനനുസരിച്ച് ജീവിക്കുക. എങ്കിൽ അള്ളാഹു നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നാളെ നമുക്ക് നമ്മൾ ചെയ്ത നന്മക്ക് തുല്യമായ പ്രതിഫലം അള്ളാഹു നൽകും. ധിക്കരിച്ചവർക്കോ അള്ളാഹുവിന്റെ നീതിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ നൽകും. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ശൈഖ് പറഞ്ഞത്, അന്നല്ലാഹ ഖലഖന, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. വറസഖന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. വലം യത്രുക്ന ഹമല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കൽപ്പനയില്ലാതെ, വിലക്കില്ലാതെ എന്തു ചെയ്യണം, എന്തു ചെയ്തുകൂടാ, എന്തു പ്രവർത്തിക്കണം, എന്തു പ്രവർത്തിച്ചുകൂടാ, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ, എന്തു ചിന്തിക്കണം, എന്തു ചിന്തിച്ചുകൂടാ, ഇങ്ങനെ കൃത്യമായ വിധിവിലക്കുകളോ ചട്ടക്കൂടുകളോ കൽപ്പനകളോ ശാസനകളോ ഇല്ലാതെ അള്ളാഹു നമ്മെ വെറുതെ അങ്ങ് അഴിച്ചുവിട്ടിട്ടില്ല. അങ്ങനെ പടക്കപ്പെട്ടവരല്ല നാം. അള്ളാഹു കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആരിലൂടെ? ബൽ അർസല ഇലൈനാ റസൂല, നമ്മിലേക്ക് അവൻ റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാ സമൂഹങ്ങളിലേക്കും കൃത്യമായി മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്. നമ്മിലേക്ക് അയച്ച റസൂൽ നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ ഓരോ സമൂഹത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന റസൂൽ അള്ളാഹു മനുഷ്യന്മാരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ്. അവർ മലക്കുകളല്ല, അവർ ജിന്നുകളല്ല, അവർ മനുഷ്യരായി പിറന്നവർ തന്നെയാണ്. പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായി, അവരിലെ ഏറ്റവും വിശ്വസ്തരായി, അവരിലെ ഏറ്റവും സൽഗുണ സ്വഭാവ സമ്പന്നരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുയോജ്യരായവരെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു റസൂലാകാൻ, നബിയാകാൻ. എന്താണ് മുർസലീങ്ങളുടെ ഉത്തരവാദിത്വം? മുർസലീങ്ങളെ നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതിന്റെ ലക്ഷ്യം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, മുർസലീങ്ങളുടെ വദീഫ, അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി. ഒന്നാമതായി അയ്യുഅരിഫുൽ ഇബാദ ബിറബ്ബിഹിം വ ഇലാഹിഹിം വ മഅബൂദിഹിം. അടിമകൾക്ക് അവരുടെ റബ്ബ് ആരാണ്, അവരുടെ ഇലാഹാരാണ്, അവരുടെ ആരാധ്യൻ ആരാണ് എന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കും. ആരാണ് നിങ്ങളുടെ റബ്ബ്? ആരാണ് അല്ലാഹു? അല്ലാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടിമകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിക്കും. ഇതാണ് മുർസലീങ്ങളുടെ ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തത്, ശരി, അല്ലാഹു ആരാണെന്ന് അറിഞ്ഞു, ആരാണ് നമ്മുടെ ഇലാഹാണെന്ന് അറിഞ്ഞു, എന്തൊക്കെയാണ് അവന്റെ ഇഷ്ടങ്ങൾ. അയ്യുഅരിഫുൽ ഇബാദ ബിമഹ്ബൂബാതിഹി. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇബാദത്തുകൾ. വമസാഖിതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ അനിഷ്ടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ്, അവന്റെ വിലക്കുകൾ എന്തൊക്കെയാണ്. അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ, അവന്റെ ഇഷ്ടം നേടാൻ, അല്ലാഹുവിലേക്ക് എത്താൻ സാധിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്. അല്ലാഹുവിൽ നിന്ന് അകലുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിദൂരത്താകുന്ന അവൻ അനിഷ്ടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് പഠിപ്പിച്ചു നൽകുക. ഇതാണ് മുർസലീങ്ങളുടെ രണ്ടാമത്തെ ദൗത്യം. മൂന്നാമതായി, ശരി, അള്ളാഹുവിനെ അറിഞ്ഞു, അവന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നറിഞ്ഞു, അവന്റെ അനിഷ്ടങ്ങൾ എന്താണെന്നറിഞ്ഞു, അവന്റെ കൽപ്പനകളും വിലക്കുകളും അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അവന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിച്ചാൽ എന്താണ് നേട്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്കെതിരായി ജീവിച്ച് ഹറാമുകൾ പ്രവർത്തിച്ചാൽ എന്താണ് നഷ്ടം? ഇത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹിനെ അനുസരിച്ചാൽ എന്താണ് നേട്ടം, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്താണ് നഷ്ടം. അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് സ്വർഗമാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് നരകമാണ്, അള്ളാഹുവിന്റെ കോപമാണ്. ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് പ്രധാനമായി മുർസലീങ്ങൾ വന്നിട്ടുള്ളത്. എന്തിനൊക്കെയാണ്? ആരാണ് അള്ളാഹു, ആരാണ് നമ്മുടെ ഇലാഹ്, ആരാണ് നമ്മുടെ റബ്ബ്, ആരാണ് നമ്മുടെ മഅബൂദ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകാൻ. ഇനി അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അവന്റെ തൃപ്തി നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇബാദത്തുകൾ എന്താണ്, അള്ളാഹു വിലക്കിയ ഹറാമായ അവന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് പഠിപ്പിച്ചു നൽകാൻ. അള്ളാഹുവിനനുസരിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്താണ്, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നേരിടാനിരിക്കുന്ന ശിക്ഷ എന്താണ്, നഷ്ടം എന്താണ്, ഇത് പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. ആരവിടുത്തെ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലൻ നാർ. ആരദ്ദേഹത്തെ ധിക്കരിച്ചുവോ അവൻ നരകത്തിലും പ്രവേശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് അവസാനത്തെ റസൂൽ, അവസാനത്തെ നബി. ഇനി ആ നബിക്ക് റസൂലിന് ശേഷം ഒരു റസൂലും വരാനില്ല. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കു മാത്രമല്ല ജിന്നുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അത് ബാധകമാണ്. അതനുവർത്തിച്ച് ജീവിക്കൽ നിർബന്ധമാണ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, ദജ്ജാലിനെ വധിക്കും, ഇവിടെ ഭരിക്കും, ഖിലാഫത്ത് വാഴും.
ആരുടെ ശരീഅത്താണ് നടപ്പിലാക്കുക? മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ് നടപ്പിലാക്കുക. ഈസാ നബിക്ക് മുമ്പ് അദ്ദേഹം നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ ഇഞ്ചീലിന്റെ അഹ്കാമുകൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് ആ ശരീഅത്താണ് അവിടെ നടപ്പിലാക്കുക? അല്ല. ഈസാ നബിക്ക് പോലും പിൽക്കാലത്ത് അതിന് അനുവാദമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യർക്കും സകല ജിന്നുകൾക്കും അവിടുത്തെ ശരീഅത്താണ് ബാധകമാകുന്നത്. ഈ നബിയെ ആരനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഈ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് ധിക്കരിച്ചോ അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അല്ലാഹു സൂറത്തു നൂറിൽ പറഞ്ഞില്ലേ, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. ആരാണോ തന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, അവർ പേടിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഇഹലോകത്ത് ഫിത്ന ബാധിക്കുന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, അവരെ ദുനിയാവിൽ പിടികൂടുന്ന ഫിത്ന. ആരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് ബോധപൂർവം എതിരിടുന്നവരെ. അള്ളാഹിന്റെ റസൂലിന്റെ മാർഗം ഇതാണെന്നറിയാം, എന്നിട്ടും അതിനെതിരിട്ട് നിൽക്കുന്നവരെ ദുനിയാവിൽ ഫിത്ന പിടികൂടും. ഉലമാക്കൾ വിശദീകരിച്ചു, ഇവിടെ പറഞ്ഞ ഫിത്ന ശിർക്കായിരിക്കാം. ശിർക്കിനേക്കാൾ വലിയ ഫിത്നയില്ല. അവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ധിക്കരിക്കുന്നവരെ ശിർക്ക് തന്നെ പിടികൂടിയേക്കാം. അതല്ലെങ്കിൽ ദുനിയാവിൽ അവർ പ്രതീക്ഷിക്കാത്ത ആകസ്മികമായ ദുരന്തങ്ങളും മുസീബത്തുകളും അവരെ പിടികൂടിയേക്കാം. ഔ യുസീബഹും അദാബുൻ അലീം, നാളെ ആഖിറത്തിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയും ബാധിച്ചേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ, അവിടുത്തെ സുന്നത്തിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുന്നവർ അവർ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, ഫമൻ അതാഅഹു ദഖലൽ ജന്ന, ആരവിടുത്തെ അനുസരിച്ചോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലൻ നാർ, ആരവിടുത്തെ ധിക്കരിച്ചുവോ അവർ നരകത്തിലും പ്രവേശിച്ചു. എന്നിട്ട് നമ്മൾ ഇതുവരെ വായിച്ച സകല മസ്അലകൾക്കും പിന്നിൽ ഷെയ്ഖ് ദലീൽ കൊണ്ടുവരുന്നത് പോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുകളാകട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കളുടെ ഇമാമിങ്ങളുടെ കിതാബുകളാകട്ടെ, അവരാരും അവരുടെ വെറും വർത്തമാനങ്ങൾ അവരുടെ കിതാബുകളിൽ കുത്തി നിറക്കാറില്ല. മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുക. ആ മാതൃക നമുക്കിവിടെയും ആവർത്തിക്കപ്പെടുന്നു. ഷെയ്ഖ് മസ്അല ആദ്യം ചർച്ച ചെയ്തു, എന്നിട്ട് അതിനുള്ള തെളിവ് കൊണ്ടുവരുന്നു. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്? ഈ പറഞ്ഞത് അന്നല്ലാഹ ഖലഖന, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു. വറസഖന, അല്ലാഹു നമുക്ക് റിസ്ക് നൽകി. വലം യത്രുക്ന ഹമല, അല്ലാഹു നമ്മെ വെറുതെ കൽപ്പിക്കാതെ വിലക്കാതെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടിട്ടില്ല. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ബൽ അർസല ഇലൈന റസൂല, അതിനുവേണ്ടി നമ്മിലേക്ക് അവൻ റസൂലിനെ അയക്കുകയുണ്ടായി. ഫമൻ അതാഹു ദഖലൽ ജന്ന, ആരാ റസൂലിനെ അനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലൻ നാർ, ആരാ റസൂലിനെ ധിക്കരിച്ചോ അവൻ നരകത്തിലും പ്രവേശിച്ചു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് തെളിവ്? അതാണ് ഇനി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നമ്മെ കേൾപ്പിക്കുന്നത്. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്കാണ്. സൂറത്തുൽ മുസമ്മിലിലെ 15 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഷെയ്ഖ് ഇതിന് തെളിവായി കൊണ്ടുവന്നത്. എന്താണത്? അള്ളാഹു പറഞ്ഞു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ, നാം ഇതാ നിങ്ങളിലേക്ക് റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കുമേൽ സാക്ഷിയായി. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. എന്താണ് റസൂലിന്റെ ദൗത്യം? നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അവന്റെ വിലക്കുകൾ എന്താണ് നിങ്ങളെ ഉണർത്തിയിരിക്കുന്നു, താക്കീത് നൽകിയിരിക്കുന്നു. അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം, അവിടുന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള നഷ്ടം, അവിടുന്ന് ശക്തമായ സ്വരത്തിൽ നിങ്ങൾ ഭീതിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കുമേൽ സാക്ഷിയായതാ നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. അള്ളാഹു പറയാൻ, കമാ അർസൽന ഇലാ ഫിർഔന റസൂല,
നാം ഫിർഔനിലേക്ക് റസൂലിനെ നിയോഗിച്ചതുപോലെ ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല. ഫിർഔനിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഫിർഔനിലേക്ക് റസൂലിനെ നിയോഗിക്കപ്പെടുകയുണ്ടായി. ഫിർഔൻ എന്ത് ചെയ്തു? ആ റസൂലിനെ ധിക്കരിച്ചു, മൂസാ നബിയെ ധിക്കരിച്ചു. ഫഅസാ ഫിർഔനുർ റസൂല, ഫിർഔൻ മൂസാ നബിയെ ധിക്കരിക്കുകയുണ്ടായി. ഫഅഖദ്നാഹു അഖ്ദൻ വബീല. അപ്പോൾ നാം ആ ഫിർഔനിനെ കടുത്ത ഒരു പിടുത്തം, ശക്തമായ ഒരു പിടുത്തം, അള്ളാഹുവിന്റെ ശിക്ഷയുടെ പിടുത്തം കൊണ്ട് പിടികൂടുകയുണ്ടായി. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ദലീലായി കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ ധാരാളം പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, ഈ ആയത്തിന്റെ ഘടന നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും. നിങ്ങൾക്കുമേലിതാ സാക്ഷിയായിക്കൊണ്ട് നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞു? കമാ അർസൽന ഇലാ ഫിർഔന റസൂല. മുൻപ് ഫിർഔന്റെ കാലഘട്ടത്തിൽ ഫിർഔനിലേക്ക് റസൂലിനെ നിയോഗിച്ചതുപോലെ. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. മുൻകഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നിലവിലുള്ള കാര്യങ്ങൾക്ക് തെളിവ് പിടിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് റസൂലായി നിയോഗിച്ചു എന്ന് പറയാൻ, ആ കാര്യം, ആ വസ്തുത സ്ഥാപിക്കാൻ അള്ളാഹു എന്ത് ചെയ്തു? മുൻപ് ബനൂ ഇസ്രായേലിലേക്ക് ഞാനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ച ഫിർഔനിലേക്ക് സാക്ഷാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ച കാര്യം തെളിവായി പറയുന്നു. അപ്പൊ മുമ്പ് മൂസാ നബിയെ ഫിർഔനിലേക്ക് റസൂലായി അയച്ചതുപോലെ ഇന്നിതാ നിങ്ങളിലേക്ക് ഞാൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് പല തവണ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചതായി കാണാം ഈ ശൈലി. നബിയെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞ ഇന്ന ഔഹൈന ഇലൈക്, അള്ളാഹിന്റെ റസൂലെ താങ്കൾക്ക് ഇതാ ഞാൻ വഹീ നൽകുന്നു. കമാ ഔഹൈന ഇലാ നൂഹിൻ, താങ്കൾക്ക് മുമ്പ് നൂഹ് നബിക്ക് വഹീ നൽകിയതുപോലെ. വന്നബിയ്യിന മിൻ ബഅദി, നൂഹ് നബിക്ക് ശേഷം പല അമ്പിയാക്കൾക്കും വഹീ നൽകിയതുപോലെ താങ്കൾക്ക് ഇതാ ഞാൻ വഹീ നൽകുന്നു. ഇതൊരു പുതിയ കാര്യമല്ല. ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ, താങ്കൾ മുർസലീങ്ങളിൽ പുതിയ ആളല്ല, മുൻപ് മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഖുർആന്റെ ശൈലിയാണ്. മുൻകഴിഞ്ഞ കാര്യങ്ങൾ പിന്നിൽ വരുന്ന കാര്യങ്ങൾക്ക് തെളിവ് പിടിക്കുക എന്നുള്ളത്. ഇതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. സൂറത്തു മറിയമിലെ 66-67 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ജീവൻ നൽകും, പുനരുത്ഥാനമുണ്ടാകും എന്നതിനെ നിഷേധിച്ചു പറയുന്ന മനുഷ്യന്റെ പ്രയോഗത്തെ അള്ളാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മനുഷ്യൻ പറയാണ്, നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ മണ്ണിൽ നിന്ന് വീണ്ടും നമുക്ക് ജീവൻ നൽകുക? എങ്ങനെയാണ് പിന്നെയും ഒരു ജീവൻ അതിന്റെ നാമ്പ് പൊട്ടിമുളക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ. മനുഷ്യൻ അറിയില്ലേ, മുമ്പ് അവനൊന്നുമല്ലാത്ത അവസ്ഥയിൽ നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. മുമ്പൊന്നുമല്ലാത്ത അവസ്ഥയിൽ നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ അവൻ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ അവന് വീണ്ടും ജീവൻ നൽകാൻ എന്താണ് പ്രയാസം? അള്ളാഹു തിരിച്ചു. അപ്പൊ മുമ്പ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ച മനുഷ്യ, നീ ജീവിച്ചു മരിച്ചു കഴിഞ്ഞാൽ എല്ലും നുരുമ്പായി കഴിഞ്ഞാൽ നിന്നെ സൃഷ്ടിക്കാൻ പിന്നീടൊരു പണിയുമില്ല എന്ന് അള്ളാഹു മുൻപത്തെ നമ്മുടെ ശൂന്യത അതിനെ സൂചിപ്പിച്ച് തെളിവൊടിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ കളിയാക്കി പരിഹസിച്ച് ചോദിച്ചു, ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ. അള്ളാഹു ഒരു മനുഷ്യന് ഒന്നും നൽകിയിട്ടില്ല. മുഹമ്മദ് ഇതാ അള്ളാഹുവിന്റെ വഹിയുമേന്തി നടക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യപ്രകാശം ഉണ്ടായി അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അള്ളാഹു മുഹമ്മദിന് ഖുർആൻ നൽകി എന്നാണല്ലോ പറയുന്നത്. മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ, അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും നൽകിയിട്ടില്ല എന്നവർ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഖുൽ മൻ അൻസലൽ കിതാബ അല്ലദീ ജാഅ ബിഹി മൂസ, പറയണം നിങ്ങൾ, മൂസാ നബി കൊണ്ടുവന്നത് ആര് കൊടുത്തതാണ്? അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും നൽകിയിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും വഹിയായി നൽകിയിട്ടില്ല. എങ്കിൽ പിന്നെ മൂസാ നബി
ഉണ്ടായിരുന്ന കാലത്ത് മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്ന തൗറാത്ത് ആര് കൊടുത്തയച്ചതാണ്? അള്ളാഹു ചോദിക്കണം. മുമ്പ് മൂസാക്ക് ഒപ്പം ഉണ്ടായിരുന്ന തൗറാത്ത് ആര് കൊടുത്തയച്ചാണ്? അള്ളാഹു കൊടുത്തയച്ചല്ലേ. അപ്പൊ മുമ്പ് മൂസാ നബിക്ക് വഹി കൊടുത്തയച്ച, തൗറാത്ത് കൊടുത്തയച്ച അതേ അള്ളാഹു തന്നെയാണ് ഇന്ന് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനും കൊടുത്തയച്ചത്. ഇങ്ങനെ മുൻകാല സംഭവങ്ങളെ, അനിഷേധ്യമായ സംഭവങ്ങളെ മുന്നിൽ നിരത്തി പിൻകാല സംഭവങ്ങൾക്ക് തെളിവ് പിടിക്കുക എന്നുള്ളത് ഖുർആനിന്റെ മനോഹരമായൊരു ശൈലിയാണ്. അത് ഈ ആയത്തിലും കാണാം. ഈ ആയത്തിലുള്ള അത്ഭുതമാണിത്. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഇസ്ലാമിൽ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് അങ്ങനെ സംഭവത്തെക്കുറിച്ച് അറിയുന്നില്ല. നേർക്ക് നേരെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുകൾ. ഇന്ന് പല മസലകളും പുതിയതായിട്ടുണ്ടാകും ഈ മോഡേൺ എറയിൽ. അപ്പൊ അതിലേക്കുള്ള തെളിവുകൾ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ആയത്തുകളുടെ ഖിയാസിൽ നിന്നാണ്, താരതമ്യത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞെടുക്കുക. അപ്പൊ ഇസ്ലാമിൽ ഖിയാസ്, നിർണിതമായ ഖിയാസിന് ദലീലുണ്ട് എന്നത് ഖുർആനിന്റെ ഈ ശൈലികൾ അതിനുള്ള തെളിവാണ്, അത് സ്ഥിരീകരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ആയത്തിലെ ഒന്നാമത്തെ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗത്തെക്കുറിച്ച്, ഫിറഔനിലേക്ക് അയക്കപ്പെട്ട സംഭവത്തെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിലേക്ക് റസൂലായി അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി ഈ ആയത്തിലുള്ള രണ്ടാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമ്മിലേക്ക് എങ്ങനെയാണ് അയച്ചത്? ഷാഹിദൻ അലൈക്കും, സാക്ഷിയായിട്ടാണ്, നിങ്ങൾക്കുമേൽ സാക്ഷിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് സാക്ഷിയായിരിക്കും. എന്തിനൊക്കെ സാക്ഷിയാകുക? അള്ളാഹുവിന്റെ ദീൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായി അറിയിച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടുന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മയായി വിലക്കിയത് എന്തൊക്കെയുണ്ട് അതൊക്കെ അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. സഹാബികൾ ചിലർ പറഞ്ഞില്ലേ, ആകാശത്തുകൂടെ പാറിപ്പോകുന്ന ഒരു പക്ഷിയുടെ വിഷയത്തിൽ ഒരു നന്മയുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ അറിയിക്കാതെ നമ്മെ പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് 14 മുമ്പ് അറിയിച്ചത് എന്താണോ അതാണ് ദീൻ. അവിടുന്ന് എന്തു പറയാതെ പോയോ അത് ദീനല്ല. അതാരൊക്കെ പിൽക്കാലത്ത് എത്ര പോരിശയായി വാഴ്ത്തിക്കൊട്ട് ഘോഷിച്ചാലും ശരി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്നും ദീനല്ല. അള്ളാഹു സൂറത്തു നിസാഇൽ ചോദിച്ചില്ല, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ ഉമ്മത്തിനും സാക്ഷിയായി അവരവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലിങ്ങളെ കൊണ്ടുവരുമ്പോൾ, ഈ ഉമ്മത്തിന് സാക്ഷിയായി താങ്കളെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും ആ രംഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കേട്ട് സഹാബികൾ ചിലരെ കൊണ്ട് ഓദിച്ച് അവിടുന്ന് നിർബാധം കരയുകയുണ്ടായി എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ കറകളഞ്ഞ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആരൊക്കെ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്, ആരൊക്കെ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്, ആരൊക്കെ അത് തള്ളിയിട്ടുണ്ട്, ആരൊക്കെ അത് അകണ്ണകോടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും നാളെ ഖിയാമത്ത് നാളിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുമേൽ സാക്ഷിയാകും, ഈ ഉമ്മത്തിനുമേൽ സാക്ഷിയാകും. ഈ ഉമ്മത്തിലെ മുവഹ്ഹിദുകൾക്ക്, ഈ ഉമ്മത്തിലെ മുത്തബിഉകൾക്ക്, ഈ ഉമ്മത്തിന്റെ ഹക്കിന്റെ വക്താക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ഉണ്ടാകും, ശഫാഅത്ത് ഉണ്ടാകും. നമ്മൾ അതിന് സാക്ഷിയാകും. മറ്റു ഉമ്മത്തുകൾക്കുമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നാം സാക്ഷിയാകും. ഇങ്ങനെ മറ്റനേകം പാഠങ്ങൾ ഈ ആയത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. കിതാബ് ടെക്സ്റ്റുള്ളവർ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് കൊടുക്കലൊക്കെ നിർത്തിയോ? ഇല്ലേ? നമ്മൾ പ്രിന്റ് എടുത്ത സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. നോക്കൂ നിങ്ങൾ, ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും, നിങ്ങളിലേക്ക് ഇതാ നാം റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞില്ല. പേര് പറഞ്ഞു. നമ്മിലേക്ക് റസൂലിനെ അയച്ചിരിക്കുന്നതാണ് നമ്മുടെ നബി ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് പറഞ്ഞില്ല. ശേഷം കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, മുമ്പ് ഫിർഔന്റെ അടുത്തേക്കും റസൂൽ നിയോഗിച്ച പോലെ. ഫിർഔന്റെ അടുത്തേക്ക് അയച്ച റസൂൽ ആരാ? മൂസാ നബി. മൂസാ നബിയുടെ പേര് പറഞ്ഞില്ല. ഈ ഉമ്മത്തിലേക്ക് അയക്കപ്പെട്ട റസൂൽ, ഫിർഔന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ട റസൂൽ എന്ന് പൊതുവായാണ് പറഞ്ഞത്. മൂസാ നബിയുടെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേര് പറഞ്ഞില്ല. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറയുന്നു,
അന്നൽ മഖ്സൂദ ഹാഹുന ലൈസ അൻ-നദ്റു ഇല ശഖ്സ് ഐനുൽ മുർസൽ ഇന്നമ അൻ-നദ്റു ഇല കൗനിഹി റസൂലൻ. വ്യക്തി ആരാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദൗത്യമായി നിയോഗിച്ച ആ പേഴ്സൺ ആരാണ് എന്നല്ല അള്ളാഹു എടുത്ത് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അള്ളാഹു മുർസലായി അയച്ചു എന്നതാണ് കാര്യം. ആര് എന്തെന്നല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനാണോ വഹി ഇറക്കപ്പെട്ടത്? അതിലൊരു മനുഷ്യനാണോ വഹി ഇറക്കപ്പെട്ടത്? മലക്കിനിറക്കൂടായിരുന്നോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതുകൊണ്ട് ആർക്ക് നൽകി, ആരയച്ചു എന്നുള്ളതല്ല കാര്യം. മൂസാ നബി ഫിർഔനിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടപ്പോൾ മൂസാ നബിയുടെ കൊട്ടാരത്തിൽ വളർത്തുപുത്രനായി വളർത്തപ്പെട്ട ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർത്തുപുത്രനായി വളർത്തപ്പെട്ട ആളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപേക്ഷിച്ച് ഫിർഔനുള്ള സ്ഥാനം എത്രയാണ് അല്ലേ? ആ നാട്ടിലെ രാജാവ്, ചക്രവർത്തി, സ്വേച്ഛാധിപതി. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ നിങ്ങളുടെ റബ്ബ്, എന്നെ കൂടാതെ മറ്റൊരു ഇലാഹ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നൈൽ നദി എന്റെ കാൽ ചുവട്ടിലൂടെയാണ് ഒഴുകുന്നത്. ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ മരിപ്പിക്കുന്നു. ഒരുത്തിനെ പിടിച്ചു കൊല്ലുന്നു, ഒരുത്തിനെ പിടിച്ചു കൊല്ലാതെ വിടുന്നു. ഇങ്ങനെ അഹങ്കാരം പുലമ്പിയ സാക്ഷാൽ ഫിർഔനിലേക്ക് അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. നബിയായി നിഷേധിച്ചില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂല എന്ന പ്രയോഗത്തിൽ ആരാണ് അവരെ റസൂലായി നിയോഗിച്ചത്? ആരാകട്ടെ അല്ലാഹു മുർസലായി തിരഞ്ഞെടുത്തവരാണവർ. അള്ളാഹുവിന്റെ റിസാലത്ത് അള്ളാഹു പതിച്ചു നൽകിയവർ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹു അയച്ച റസൂൽ. അതുകൊണ്ട് ആ റസൂലിനെ അംഗീകരിക്കണം. ഇത് തന്നെയാണ് ഹക്ക്. ആര് പറഞ്ഞാലും, അതെത്ര ചെറിയവനാണെങ്കിലും, അത് സമൂഹത്തിൽ എത്ര താഴേക്കിടയിലുള്ള ആളുകൾ, ഹക്കാണോ അള്ളാഹുവിന്റെ ദീനിന്റെ കറകളഞ്ഞ അധ്യാപനമാണോ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആളെ നോക്കിയിട്ടല്ല, അധികാരം നോക്കിയിട്ടല്ല, സ്ഥാനം നോക്കിയിട്ടല്ല, തൂക്കമൊപ്പിച്ചിട്ടല്ല, അംഗബലം എവിടെയാണ്, എണ്ണം എവിടെയാണ് കൂടുതൽ എന്ന് നോക്കിയിട്ടല്ല. മറിച്ചു മാനദണ്ഡം ഹക്കിലാണ്, ന്യായത്തിലാണ്, തെളിവിലാണ്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ സത്യത്തിനും അതുപോലെ തന്നെ ഹക്കിനും സ്വീകാര്യത കൽപ്പിക്കുന്നത് ഈ ഒരു മാനദണ്ഡമേ അല്ല. കൂടുതൽ ആളുകൾ എവിടെയാണുള്ളത്? കൂടുതൽ പോപ്പുലാരിറ്റി എവിടെയാണുള്ളത്? കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നവരാരാണ്? കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാരാണ്? ഭൗതികമായി കൂടുതൽ അധികാരമുള്ളത് എവിടെയാണ്? അവിടെയായിരിക്കും ആളുകൾക്ക് താല്പര്യവും ചേക്കേറാൻ ഇഷ്ടവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂൽ എന്നതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു പാഠം, ഫഅസാ ഫിർഔനുർ റസൂല. ഫിർഔൻ അവനിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസാ നബിയെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു അഖ്ദൻ വബീല. അല്ലാഹു പറയുന്നു, ഫിർഔൻ അല്ലാഹു എന്ത് ചെയ്തു? ഞാനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ച ഫിർഔനെ അല്ലാഹു പിടികൂടി. എങ്ങനെ പിടികൂടി? അഖ്ദൻ വബീല. അല്ലാഹു വെറുതെ നടത്തിയതല്ല പറയാം, കടുത്തൊരു പിടുത്തം പിടിച്ചു. പരിഭാഷ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. പക്ഷേ ഈ കടുത്ത പിടുത്തത്തിന് 3 ഘട്ടമുണ്ടായിരുന്നു. പണ്ഡിതന്മാർ ആയത്ത് കൊണ്ട് തന്നെ വിശദീകരിക്കുന്നു. ഫിർഔനെ അല്ലാഹു ശിക്ഷിച്ച പിടുത്തണ്ടല്ലോ, ആ കടുത്ത പിടുത്തം എങ്ങനെയായിരുന്നു? ആ കടുപ്പത്തിന്റെ തീവ്രത ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഫിദ്ദുനിയ, ദുനിയാവിൽ ഫിർഔനെ അല്ലാഹു പിടികൂടി. എവിടെ പിടികൂടി? ഫനബദ്നാഹും ഫിൽ യമ്മി. സൂറത്ത് ദാരിയാത്തിൽ പറഞ്ഞ പോലെ ചെങ്കടലിന്റെ നടുക്കയത്തിൽ ഫിർഔനെ അല്ലാഹു മുക്കി നശിപ്പിച്ചു. ദുനിയാവിൽ അവനെ അല്ലാഹു പിടികൂടി. വഅമ്മാ ഫിൽ ബർസഖ്, ഇനി നാളെ ആഖിറത്തിലും അവനെ കടുത്ത പിടുത്തം അല്ലാഹു പിടിക്കും. സൂറത്തു ഗാഫിറിൽ അല്ലാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. നാളെ ബർസഖിൽ ഫിർഔൻ ദുനിയാവിൽ അല്ലാഹു ചെങ്കടലിൽ മുക്കിക്കൊന്നു. പിന്നീട് അവന്റെ ബർസഖിൽ ഖബറിൽ ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കും. ആ നരകത്തിൽ നിന്നുള്ള ചൂടും ദുർഗന്ധവും ആ നരകത്തിന്റെ എല്ലാ ഭയാനകതയും എന്നും രാവിലെയും വൈകുന്നേരവും ഫിർഔനിന്റെ ബർസഖിയായ ലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരും. ഖബറിലും അവന്റെ ശിക്ഷ ആരംഭിച്ചു കഴിഞ്ഞു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2ാമത്തെ പിടുത്തം. 3ാമത്തെ പിടുത്തം നാളെ ആഖിറത്തിൽ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫിർഔന്റെ പേരെടുത്ത് പറഞ്ഞു സൂറത്ത് ഗാഫിറിൽ തന്നെ, വയൗമ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫിർഔനോടും കൂട്ടരോടും പറയും, അദ്ഖിലു ആല ഫിർഔൻ, ഫിർഔന്റെ കുടുംബമേ, അശദ്ദൽ അദാബ്, ശക്തമായ ശിക്ഷയിലേക്ക്, നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിലും ഫിർഔന് കടുത്ത ശിക്ഷയായിരിക്കും. അപ്പോൾ ദുനിയാവിലും ബർസഖിലും നാളെ ആഖിറത്തിലും ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കടുപ്പത്തിൽ ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു അവനെ അങ്ങനെ പിടികൂടിയിട്ടുണ്ട്. ഇതാണ് ഫഅഖദ്നാഹു അഖദൻ വബീല എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അർത്ഥം. ഇനി മറ്റൊരു പാഠം. ഇവിടെ ഫിർഔൻ തന്നിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലിനെ ധിക്കരിച്ചു. ഫിർഔൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലേക്കുമായി കടുത്ത ശിക്ഷ കൊണ്ട് പിടികൂടി എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് പാഠം? ഫിർഔൻ എന്തിനാണ് അല്ലാഹു പിടിച്ചത്? ഫിർഔനിലേക്ക് അയച്ച നബിയെ ധിക്കരിച്ചതുകൊണ്ട്, മൂസാ നബിയെ ധിക്കരിച്ചതുകൊണ്ട്. അതുകൊണ്ട് നമ്മിലേക്ക് അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ധിക്കരിച്ചാൽ ഫിർഔനെ പിടിച്ച പോലെ അല്ലാഹു പിടിക്കും. ഫിർഔനിനേക്കാൾ നോക്കൂ നിങ്ങൾ, ലോക ചരിത്രത്തിൽ ഫിർഔനിനേക്കാൾ വലിയ സമ്പന്നൻ, അധികാരി, സ്വേച്ഛാധിപതി, അക്രമി, ധിക്കാരി, പ്രമാണി ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ആ ഫിർഔനെ അല്ലാഹു പിടിച്ച രീതിയാണിത്. ദുനിയാവിലും ബർസഖിലും നാളെ ആഖിറത്തിലും അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. അതിനേക്കാൾ വലിയവനുണ്ടോ പിന്നെ ഈ ദുനിയാവിൽ? ഉണ്ടോ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനെ, അവിടുന്ന് കാഴ്ചവെച്ച ദീനിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ അവർ അല്ലാഹുവിന്റെ പിടുത്തത്തെ പേടിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ പേടിക്കട്ടെ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. ഒരു ഹദീസ് കൂടി ഞാൻ ഈ വിഷയത്തിൽ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ ബഅസ്തുക ലിഅബ്തലിയക വഅബ്തലിയ ബിക. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്, ഈ ഉമ്മത്തിലേക്ക് അയച്ചിട്ടുള്ളത് താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടിയും താങ്കളെ കൊണ്ട് താങ്കളുടെ ഉമ്മത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പരീക്ഷണം എന്താണ്? ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ദീൻ കറകളഞ്ഞ രൂപത്തിൽ എത്തിക്കുക, ആ മാർഗത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുക, ത്യജിക്കുക, ത്യാഗം സഹിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ശരീരത്തിന് മുറിവേറ്റു. മക്കം വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ അവർ നഷ്ടപ്പെട്ടു. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം വായിച്ചാൽ അവിടുത്തേക്കുള്ള പരീക്ഷണം എമ്പാടും നമുക്ക് വായിക്കാൻ സാധിക്കും. വഅബ്തലിയ ബിക, അല്ലാഹു പറയാണ്, നബിയെ താങ്കളെ കൊണ്ട് ഈ ഉമ്മത്തിനെ പരീക്ഷിക്കാനും കൂടിയാണ് ഞാൻ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. അത് നമുക്കുള്ള പരീക്ഷണമാണ്. എന്താണ് നമുക്കുള്ള പരീക്ഷണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ദീൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളത് പഠിക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ എന്ന് നബിയെ അയച്ച് നബിയെ കൊണ്ട് പരീക്ഷിക്കാനും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫിർഔൻ തന്നിലേക്ക് അയക്കപ്പെട്ട റസൂലിനെ ധിക്കരിച്ചു. ഫിർഔൻ അല്ലാഹു കടുത്ത പിടുത്തം പിടികൂടി. ഇവിടെ പറഞ്ഞ ഇസ്യാൻ, ധിക്കാരം, അത് രണ്ട് രൂപത്തിലുണ്ട്. അൽ ഇസ്യാനുൽ ജുസ്ഇ, അൽ ഇസ്യാനുൽ കുല്ലി. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുകയോ പറയുന്നു, അൽ ഇസ്യാനുൽ ജുസ്ഇ, അൽ ഇസ്യാനുൽ കുല്ലി, അല്ലെങ്കിൽ അൽ ഇസ്യാനുൽ മുത്ലഖ്. ഫിർഔനെ പിടിച്ച പിടുത്തം എല്ലാവരെയും പിടിക്കോ? ഫിർഔൻ
ഫിറഔൻ മൂസാ നബിയെ പാടെ ധിക്കരിച്ചു. മൂസാ നബിയുടെ റിസാലത്ത് ഒരു നിലക്ക് അംഗീകരിച്ചിട്ടില്ല. ഫിറഔൻ കാഫിറായി ജീവിച്ചവനാണ്, അല്ലെ? ഫിറഔൻ കാഫിറായി ജീവിച്ചവനാണ്. അപ്പൊ ഫിറഔൻ അവന്റെ കുഫറിന്റെ പേരിൽ അള്ളാഹു പിടിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ മുസ്ലിമായി ചിലത് ഒഴിവാക്കി, ചിലത് പ്രവർത്തിച്ചു. അങ്ങനെ ചെയ്യുന്നവർ അള്ളാഹു പിടിക്കുമോ? ഇല്ല. ഒന്ന് കുഫറിന്റെ അസ്യാനാണ്, മറ്റൊന്ന് ഇസ്ലാമിൽ നിലനിൽക്കെ തന്നെ ചില ആളുകൾ അവർ മുസ്ലിമായി 5 നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് പ്രധാനപ്പെട്ട വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ചില വാജിബായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ചില ഹറാമുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അവരെ ഫിറഔനെ പിടികൂടുന്ന പോലെ പിടികൂടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഫിറഔൻ അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിച്ച് പാടെ ധിക്കാരമാണ്. ഒരു നിലക്കും മൂസാ നബിയെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ദീനിൽ നിലനിന്നുകൊണ്ട് തന്നെ ചില കൽപ്പനകൾ മറക്കുകയും ചില വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്യാന്നുള്ളത് അവർക്ക് അതിനുള്ള ശിക്ഷയുണ്ടാകും. അവർ കാലാകാലം നരകത്തിലോ അതല്ലെങ്കിൽ കുഫറിലായി മരിക്കും എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഫിസ്ക് ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ അവസാനം പറഞ്ഞത് അടിസ്ഥാനപരമായി തൗഹീദുള്ള, ശിർക്കൊന്നും ചെയ്യാത്ത, നിസ്കാരവും സാമാന്യ നോമ്പും ഇബാദത്തുകളൊക്കെ ഉള്ളൊരു വ്യക്തി, പക്ഷെ അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചില കൽപ്പനകൾ അയാൾ പാലിക്കുന്നില്ല, ചില ഹറാമുകൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ അയാൾ മരിക്കുന്നു. ചില അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അയാൾ പാലിച്ചിട്ടില്ല, ചില ഹറാമുകൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇങ്ങനെ മരിച്ചൊരു വ്യക്തിയും പേരിൽ മാത്രം മുസ്ലിമിന്റെ പേര് വെച്ച് നിസ്കാരമില്ല, നോമ്പുമില്ല, കാനേശുമാരി മുസ്ലിമായി ഫിറഔനെ പോലെ ജീവിച്ച ഒരാൾ മരിച്ചു. രണ്ടാൾ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചിട്ടാണ് മരിച്ചത്. രണ്ടാൾ ഒരുപോലെ ആയിരിക്കോ? നാളെ ആഖിറത്തിൽ പര്യവസാനം അല്ല. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്ന് പാടേ ഉള്ള ഇസ്യാൻ, അതിനാണ് അൽ ഇസ്യാനുൽ കുല്ലി, അൽ ഇസ്യാനുൽ മുത്ലഖ് എന്ന് പറയാം. അള്ളാഹിന്റെ റസൂലിനെ, അതല്ലെങ്കിൽ ഇവിടെ ഫിറഔനെ കുറിച്ച് പറഞ്ഞത് മൂസാ നബി ധിക്കരിച്ച വിഷയമാണ്. അള്ളാഹുവിന്റെ ദീനിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ നിസ്കാരമില്ല, നോമ്പുമില്ല, ഇബാദത്തുമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല, പേരിൽ മാത്രം മുസ്ലിം, അവൻ അങ്ങനെയാണ് മരിക്കുന്നത്. അവൻ കാഫിറായിട്ടാണ് മരിക്കുക. അവന്റെ വിധി കാഫിറിന്റെ വിധിയാണ്. ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടെങ്കിലോ? അമലില്ലെങ്കിൽ അല്ലാഹു ആലം. ഫില്ലാഹിർ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇനി ഒരാൾ തൗഹീദിലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ വിളിച്ചു തേടിയിട്ടുള്ളൂ, ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയുമില്ല. എന്നാൽ ചില വീഴ്ചകൾ, ഹറാമുകൾ, വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവന്റെ അവസ്ഥ എന്താ? അവന്റെ അവസ്ഥ പരലോകത്ത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള ഈ വൻപാപങ്ങൾ അള്ളാഹു പിടികൂടാതെ ശിക്ഷിക്കാതെ നേർക്കുനേരെ അള്ളാഹുവിന്റെ ഓശാരം കൊണ്ട് അവനെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച, ഒന്നുകിൽ അതല്ലെങ്കിൽ അള്ളാഹു അതിനുള്ള ശിക്ഷ അവനെ രേഖപ്പെടുത്തിയ ആ ശിക്ഷ നരകത്തിൽ അനുഭവിച്ചതിന് ശേഷം പിൽക്കാലത്ത് അവനെ സ്വർഗത്തിലേക്ക് കുഫറിലായി ശിർക്കിലായി മരിക്കാത്തിടത്തോളം മറ്റെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതുപോലെയാണോ ഫിറഔനെ പോലെ തോന്നിവാസിയായി ധിക്കാരിയായി ജീവിച്ച് മരിച്ച ആളുകളുടെ അവസ്ഥ? അല്ല. ഇത് രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഫത്വ ചോദിക്കാനുള്ള സമയമല്ല, ഞാൻ തരാൻ ആളുമല്ല. നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മസാല പറഞ്ഞത് മാത്രം. അല്ലാഹു ആലം. അസാനിയ, രണ്ടാമത്തെ മസാല, നമ്മുടെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്തായിരുന്നു? നമ്മൾ കിതാബിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നത്. ആദ്യം സൂറത്തുൽ അസ്റിലെ 4 മസാല ചർച്ച ചെയ്തു. പിന്നെ വേറൊരു 3 മസാലകൾ, അതായത് തൗഹീദിന്റെ ഇനങ്ങൾ വിശദീകരിക്കുന്ന മസാലകൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആദ്യത്തെ മസാല പഠിച്ചു, അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല ബൽ അർസല ഇലൈന റസൂല ഫമൻ അതാഅഹു ദഖല ജന്ന വമൻ അസാഹു ദഖല അന്നാർ. ഈ മസാലയിൽ തൗഹീദിന്റെ ഏതിനാണ് ഉൾക്കൊള്ളുന്നത്? അറിയുന്നവർ പറയരുതേ, നേരത്തെ അറിയുന്നവർ പറയരുത്. ഈ കിതാബ് ആദ്യമായി പഠിക്കുന്ന, ഈ മസാല ആദ്യമായിട്ട് കേൾക്കുന്നവരോടാണ് എൻ്റെ ചോദ്യം.
ശരിക്ക് ഈ മസ്അലകൾ നമ്മൾ ആദ്യം പഠിച്ച 4 മസ്അലകൾ സൂറത്തുൽ അസ്റിലെ 4 മസ്അലകളാണ്. ഈമാൻ, അൽ ഇൽം, അമലു സ്വാലിഹാത്ത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അൽ ഇൽമു വൽ അമലു വദ്ദഅവത്തു വസ്സബ്ർ. ഈ 4 മസ്അല നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 3 മസ്അലയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ 3 മസ്അലകൾ ചർച്ച ചെയ്യുന്നത് അഖ്സാമു തൗഹീദാണ്. തൗഹീദിന്റെ 3 ഇനങ്ങളാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫ, തൗഹീദുൽ ഉലൂഹിയ്യ. ഒരു മസ്അല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ മസ്അല നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ മസ്അലയിൽ തൗഹീദിന്റെ ഏത് ഇനമാണ് വിശദീകരിച്ചിട്ടുള്ളത്? തൗഹീദുർ റുബൂബിയ്യ. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, തൗഹീദുർ റുബൂബിയ്യ അത് ഉത്തരം. വേറെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? തൗഹീദിനെ കുറിച്ച് ചോദ്യം. അഖ്സാമു തൗഹീദിൽ ഏതാണ്? റിസാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, സംശയമില്ല. ആ മസ്അലയിൽ തൗഹീദുർ റുബൂബിയ്യ ഉൾക്കൊള്ളുന്നുണ്ട്, തൗഹീദുൽ അസ്മാഇ വസിഫാത്തും ഉൾക്കൊള്ളുന്നുണ്ട്. തൗഹീദിന്റെ 2 ഇനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനെ കിട്ടുക? തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അള്ളാഹു നമുക്ക് റിസ്ക് നൽകി. അതാണ് തൗഹീദുർ റുബൂബിയ്യ. അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അള്ളാഹുവാണ് നമ്മുടെ റാസിഖ്. അവിടെ എന്ത് കിട്ടി? തൗഹീദു അൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അപ്പൊ അള്ളാഹു ആരാണ്? അൽ ഖാലിഖ്. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകിയത്, അപ്പൊ അള്ളാഹു ആരാണ്? അർ റാസിഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ് അൽ ഖൽഖ്, അർ റസ്ഖ്. അതുപോലെ തന്നെ വലം യത്രുക്ന ഹമല, അള്ളാഹു നമ്മളെ വെറുതെ വിട്ടിട്ടില്ല. അവിടെ അള്ളാഹുവിന്റെ സിഫത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ്? ഹിക്മത്ത്. അവൻ ഹക്കീമാണ്, അൽ ഹക്കീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹഖ്, അവൻ ഹക്കായവനാണ്. അവനൊന്നും വെറുതെ ചെയ്തിട്ടില്ല. അവനെല്ലാം കൃത്യമായ യുക്തിയോടെയും ഹക്കായ നിലയിലും ചെയ്തതാണ്. ബൽ അർസല ഇലൈന റസൂല, മുസ്ലിങ്ങളെ നിയോഗിച്ചവനാണ് അവൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ അസ്മാ വസിഫാത്ത്, അതുപോലെ തന്നെ റുബൂബിയ്യ എന്നീ തൗഹീദിന്റെ 2 ഇനങ്ങൾ ഈ ഒരൊറ്റ മസ്അലയിൽ ശൈഖ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മസ്അല അസാനിയതു അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി. അന്നല്ലാഹ ലാ യർദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, അവൻ തൃപ്തിപ്പെടുന്നില്ല. അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളും അവനോടൊപ്പം പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, അവൻ തൃപ്തിപ്പെടുന്നില്ല. അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും ശിർക്ക് വെക്കുന്നത്, പങ്കു ചേർക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ശൈഖ് പറയണം, ലാ മലക്കുൻ മുഖറബുൻ, അത് അള്ളാഹുവിനോട് അടുത്ത മലക്കായാലും ശരി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വല നബിയുൻ മുർസലുൻ, അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ച അവന്റെ റസൂലാണെങ്കിലും ശരി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്ത്? അള്ളാഹുവോടൊപ്പം അവനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെടുന്നത്. അള്ളാഹുവിനെ വിളിച്ച് തേടേണ്ടതിന് പകരം അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് തേടുക. അള്ളാഹുവിനെ വിളിച്ച് തേടേണ്ടതിന് പകരം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക് ജിബ്രീലിനെ വിളിച്ച് തേടുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അദ്ദേഹം അതിനുള്ള തെളിവ് കൊണ്ടുവന്നു. ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്കാണ്. അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് തേടരുത്, ദുആ ചെയ്യരുത് എന്ന് അള്ളാഹു സൂറത്തുൽ ജിന്നിൽ 18-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആയത്ത് തെളിവായി കൊണ്ടുവരാൻ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി തൗഹീദിന്റെ ഏതിനാണ് അവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത്. തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് വകവെച്ചു കൊടുക്കുന്ന ശിർക്കാണ്. ഈ മസ്അലയാണ് ശൈഖ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. മറ്റേതു മസ്അലകൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന, പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടുന്ന മസ്അലയാണിത്. അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കാളികളെ സ്വീകരിക്കുക എന്നത് ഭൂമുഖത്ത് നടമാടുന്ന ഏറ്റവും വലിയ തിന്മയാണ്. അതിനേക്കാൾ വലിയ തിന്മയില്ല ഇസ്ലാമിന്റെ ഭാഷയിൽ. ശിർക്കിനേക്കാൾ വലിയ തിന്മയില്ല. ഫശിർക്കു അഅ്ളമു മഅസിയത്തിൻ അലൽ ഇത്ലാഖ്, നിരുപാധികം ഭൂലോകത്ത് നടമാടുന്ന ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഹജ്ജിൽ ഷിർക്ക് സംഭവിച്ച ഒരുത്തന്റെ ഉപമ അല്ലാഹു പറയുന്നുണ്ട്.
വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണ് അല്ലാഹുൽ ശിർക്ക് വെച്ചത്? ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്ർ, പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, അതല്ലെങ്കിൽ അടിച്ചു വീശുന്ന കാറ്റ് അവനെ ദൂരമുള്ള വിജനമായ പ്രദേശങ്ങളിൽ കൊണ്ടുപോയിടുന്നു. ഇതുപോലെയാണ് അവന്റെ അവസ്ഥ. ശിർക്ക് ചെയ്യുന്നവന്റെ അവസ്ഥ ഇതുപോലെയായിരിക്കുമെന്ന് അള്ളാഹു പറയാണ്. പക്ഷികൾ റാഞ്ചുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൗഹീദിനെ, ശിർക്കില്ലാത്ത അവസ്ഥയെ അള്ളാഹു ഈ ആയത്തിലൂടെ ഉന്നതമായ ആകാശത്തോടാണ് ഉപമിക്കുന്നു. അള്ളാഹുവിനെ അവലംബിക്കുന്ന ഒരു തൗഹീദുള്ള മുവഹിദായ വ്യക്തി, അവന്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം, വാനോളം ഉയരത്തിലാണ്. അത്രയും ഉന്നതമായ ആദർശമാണ് അവനുള്ളത്. എന്നാൽ ആ തൗഹീദ് കൈമോശം വന്നാലോ ആ ആകാശത്ത് നിന്ന് അവൻ താഴേക്ക് വീഴാണ്. അങ്ങനെ അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കുന്നു. ഭീമാകാരന്മാരായിട്ടുള്ള ആനറാഞ്ചികളെ പോലെയുള്ള പക്ഷികൾ അവന്റെ തല കൊത്തിയെടുക്കുന്നു, അവന്റെ ശരീരഭാഗങ്ങൾ പിച്ചി ചീന്തുന്നു, അവനെ നാമാവശേഷമാക്കുന്നു. ഇതുപോലെയാണ് തൗഹീദിന്റെ പിടിവിട്ട് ബഹിരാകാശത്ത്, ശൂന്യാകാശത്ത് പാറിക്കളിക്കുന്ന ഒരു മുശ്രിക് അവനെ ശൈത്താന്മാർ റാഞ്ചുന്നത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ശൈത്താന്മാരും അവനെ റാഞ്ചും. സാഹിറന്മാരുടെയും കൂടോത്രക്കാരുടെയും തങ്ങന്മാരുടെയും ബീവിമാരുടെയും ആൾദൈവങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെയും അല്ല, ഒരു വേള അവൻ കണ്ടാലിറക്കുന്ന വൃത്തികെട്ട ജീവികളുടെയും അവൻ ചവിട്ടി നടക്കുന്ന മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുമ്പിലും അവൻ അവന്റെ ജീവിതം പണയം വെക്കുന്നു. അവനെ മനുഷ്യ പിശാചുക്കളും അതുപോലെ തന്നെ സാക്ഷാൽ ജിന്നുകളിലെ പിശാചുക്കളും അവരെ റാഞ്ചിയെടുക്കുന്നു. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, അതല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അറ്റമറിയാതെ, രക്ഷയറിയാതെ, പരിഹാരമറിയാതെ, രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ലാതെ അള്ളാഹുള്ള പ്രതീക്ഷ കൈവിട്ട് ഒരു കച്ചിത്തുരുമ്പിൽ അവൻ ജീവനൊടുക്കുന്ന വിജനതയിലേക്ക് അവൻ, എന്താ പറയുക, ശുദ്ധ ശൂന്യതയിലേക്ക് അവൻ ആണ്ടുപോകുന്നു. ഇതാണ് ശിർക്ക് സംഭവിക്കുന്നവരവസ്ഥ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർ ഈ കൂട്ടുപിടിച്ച മുശ്രിക്, പിന്നെ ശിർക്കിനെ അള്ളാഹുവിന് ഓഹരി വെച്ചു കൊടുത്ത ഒരു ആരാധ്യന്മാരും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവർ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലെത്തും. ഒരു പ്രതീക്ഷയോ എന്തെങ്കിലും ഒരു പ്രത്യാശയോ ഭാവിയെക്കുറിച്ചുള്ള ശുഭവിചാരം അവർക്കുണ്ടാകുകയില്ല. സഹോദരങ്ങളെ, ഒരൽപ്പം സമയം അധികം എടുത്തൂടെ? നിസ്കാരം കുറച്ചൊന്ന് ബന്ധിച്ചൂടെ? ഈ മസല നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ശിർക്ക് ഇസ്ലാമിന്റെ ഭാഷയിൽ ഏറ്റവും വലിയ തിന്മയായത്? പല ആളുകൾക്ക് ഇത് ദഹിക്കാറില്ല. അതുകൊണ്ടാണ് ശിർക്കിനെ കുറിച്ച് സാമൂഹികമായ മദ്യപാനം, പലിശ, സമൂഹത്തിലെ വ്യഭിചാരം, സാമ്പത്തിക ക്രമക്കേടുകൾ, മുസ്ലിം ഉമ്മത്തിന് അനുഭവിക്കുന്ന ഭൗതികമായ ഇടുക്കം, പ്രതിസന്ധി, ഇതിനെക്കുറിച്ചൊക്കെ വാചാലമാകും. പക്ഷേ ഭൂലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന, ഇനി നടമാടാനിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിന്റെ ഭാഷ ഇന്ന ശിർക ലദുൽമുൻ അദീം, സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ്. ഷിർക്കാണ് ഏറ്റവും കടുത്ത പാതകം എന്ന് പറഞ്ഞ് ഷിർക്കിനെ കുറിച്ചൊരു ലഫ്ള് മിണ്ടൂല, ഒരു വാക്കുരിയാടൂല. ഇത് പറഞ്ഞാൽ, അതിനെതിരായ തൗഹീദ് സ്ഥാപിച്ചാൽ അവർക്ക് മടുക്കും, അവർക്ക് ചടക്കും, അവർക്ക് അലർജിയാണ്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ശിർക്ക് ഏറ്റവും കടുത്ത തിന്മയായി മാറിയത്? അതിന് പല ഉത്തരങ്ങളുണ്ട്. ഒന്ന്, അതിന് പ്രധാനപ്പെട്ട ഉത്തരം അശ്ശിർക്കു ഹുവ ദംബുൽ ലദീ ലാ ശഹ്വത തദ്ഉ ഇലൈഹി. ഒരു ദേഹേച്ഛയും ഒരു ഭൗതികമായ പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും കാരണമില്ലാത്ത തിന്മയാണ് ശിർക്ക് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നു ആളുകൾ. ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന ഏറ്റവും വലിയ സാമൂഹിക തിന്മകളിലൊന്നാണ് വ്യഭിചാരം. അത് മനുഷ്യന്റെ ശഹ്വത്താണ്. അവന്റെ ലൈംഗിക വികാരം ശമിപ്പിക്കാൻ അവൻ ഹറാമായ വഴി തേടുകയാണ്. അത് അവന്റെ ശഹ്വത്ത് അവൻ അതിനെ ക്ഷണിക്കുന്നുണ്ട്. ഹലാലായ മാർഗം അവന് മതിയാകാതെ ഹറാമിലേക്ക് അവൻ പോകുന്നതാണ്. അതുകൊണ്ട് അവന്റെ ശഹ്വത്താകുന്നു ആ തിന്മയിലേക്ക് അവനെ നയിച്ച കാര്യം. മോഷ്ടിക്കുന്നു. മോഷ്ടാക്കൾക്ക് പല കാരണങ്ങളുണ്ട്. അധ്വാനിച്ചു ജോലി ചെയ്യാൻ, കുടുംബത്തെ പോറ്റാൻ എൻ്റെ ഈ ശമ്പളം തികയില്ല, അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ കക്കുക എന്നല്ലാതെ വേറൊരു മാർഗം എനിക്കില്ല. അവന്റെ സമ്പത്തിനോടുള്ള ഇഷ്ടമാണ് ചിലപ്പോൾ അവനെ കക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. കൊള്ളയും കൊലപാതകങ്ങളും പലിശയും സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മകളും, എന്തിനേറെ ഇവിടെ ഗുണ്ടകളായി വിലസുന്ന ദാതമാരുടെ ആ മഹാപ്രവർത്തനങ്ങളൊക്കെ, അതിനൊക്കെ
നയിച്ച ഭൗതികമായ എന്തെങ്കിലും കാരണങ്ങളോ ശഹവത്തുകൾ ഉണ്ടാവും. പക്ഷെ ശിർക്ക് ചെയ്യാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വല്ല പ്രലോഭനങ്ങളുമുണ്ടോ? ഏതെങ്കിലും ശഹവത്ത്, എന്തെങ്കിലും മാനുഷികമായ ചാബല്യങ്ങൾ ശിർക്ക് ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നുണ്ടോ? വമ്പിച്ച വഴികേടാണത്, വമ്പിച്ച അജ്ഞതയും വഴികേടും. തന്നെ പടച്ച് തനിക്ക് ജീവനും വായും വെള്ളവും നൽകുന്ന റബ്ബിന് മാത്രം തന്റെ ഇബാദത്തുകളും തന്റെ ഭയവും പ്രതീക്ഷയും ആരാധനകളുടെ ഏതംശവും വകവെച്ചു കൊടുക്കാൻ ഏതൊരു മനുഷ്യനാണ് സാധിക്കാത്തത്? ചെറ്റക്കുടിൽ ജീവിക്കുന്ന നാൽക്കാശിന് വിലയില്ലാത്തവനും മണിമേടകളിൽ ജീവിക്കുന്ന സമ്പന്നനും ഒരുപോലെ സാധിക്കുന്ന മഹത്തായ ആദർശം. ഈ ശിർക്ക് അതാളുകളെ ചെയ്യാൻ വമ്പിച്ച വഴികേടല്ലാതെ ളലാലത്തല്ലാതെ മറ്റൊന്നും പ്രേരിപ്പിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. അതുകൊണ്ട് ഹൃദയം അത്രമേൽ മലീമസമായ, ഒരു ശഹവത്തിന്റെയും പ്രലോഭനങ്ങളില്ലാത്ത വമ്പിച്ച വഴികേടും മാത്രമാണ് ശിർക്ക് ചെയ്യാനുള്ള പ്രേരകം. അതല്ലെങ്കിൽ അന്ധമായ ഏതെങ്കിലും രീതിശാസ്ത്രങ്ങളും പാരമ്പര്യവും അതുപോലെ പച്ചയായി അനുകരിക്കുക എന്നതല്ലാതെ. അതുകൊണ്ട് മറ്റു തിന്മകൾക്കുള്ള ഒരു ന്യായമോ ന്യായീകരണമോ ഒരു പ്രലോഭനമോ ശിർക്കിനില്ല. അതല്ലേ വാസ്തവം? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ശിർക്കിലായ ഒരാൾ മരിച്ചാൽ ഖുർആനിന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അത് പുറത്തു കൊടുക്കൂല. അള്ളാഹു തന്നെ പറയട്ടെ, സൂറത്തു നിസായിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി. അള്ളാഹുവിനെ ശിർക്ക് വെച്ചവനായ ഒരാൾ മരിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിന് താഴെയുള്ള തിന്മകൾ ഒരാൾ പ്രവർത്തിച്ചു, അതിലായി മരിച്ചു തൗബ ചെയ്യാതെ, അള്ളാഹു ഒരു പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് കാര്യം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവനെ ശിക്ഷിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. കാരണം എന്താ? ശിർക്ക് സംഭവിച്ചിട്ടില്ല, തൗഹീദുണ്ട്. ഇനി അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പിന്നീട് പ്രവേശിപ്പിച്ചേക്കാം എന്ന പ്രതീക്ഷയ്ക്ക് അവന് വകയുണ്ട്. എന്നാൽ ശിർക്കിലായ അവൻ മരിച്ചാലോ തൗബ ചെയ്യാതെ, അള്ളാഹു പറയും ലാ യഗ്ഫിറു അൻ യുശ്റക ബി. അള്ളാഹുവിനെ പുറത്തു കൊടുക്കില്ല. അള്ളാഹു ഒരു തിന്മയിലായി മരിച്ചാൽ പുറത്തു കൊടുക്കുകയില്ല എന്ന് കട്ടായം അവൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേത് തിന്മ മാത്രമാണ്? ശിർക്കാണ്. ഇതിന് മുസ്ലിമീങ്ങൾ ഏറ്റവും വലിയ തിന്മയായി മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഏറ്റവും വലിയ തിന്മയാണ് ശിർക്ക്. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം, ശിർക്ക് അതിലായി മരിച്ചാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കില്ല. നമ്മൾ പറഞ്ഞു, പുറത്തു കൊടുക്കാതിരുന്നാൽ എന്താണ് അവന്റെ അവസ്ഥ? അവൻ കാലാകാലം നരകത്തിലായിരിക്കും, കാലാകാലം മരിക്കാതെ നരകത്തിലായിരിക്കും. ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ. നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും, ഒരിക്കലും അവിടെ മരണമില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ അള്ളാഹുവിനെ ശിർക്ക് വെച്ചവനായി മരിച്ചത്, അള്ളാഹുവിന്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗം അവന് നിഷിദ്ധമാണ്. ഫമഅവാഹുൻ നാർ. സ്വർഗം അള്ളാഹു ഹറാമാക്കിയാൽ അവന്റെ സങ്കേതം എവിടെയാണ്? നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഈ അക്രമികൾക്ക് നരകത്തിൽ ആരാണ് സഹായിയായിട്ടുള്ളത്? അള്ളാഹു ചോദിക്കുകയാണ്. ഏതൊരു തിന്മയാണോ അതിലായി മരിച്ചാൽ അള്ളാഹു സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞത്, നരകം സങ്കേതമാണെന്ന് പറഞ്ഞത്? ശിർക്കല്ലാതെ. ആ ശിർക്കിനെ ഏറ്റവും വലിയ തിന്മയെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതാണ് മൂന്നാമത്തെ ഉത്തരം. നാലാമത്തെ ഉത്തരം, അശ്ശിർക്കു അദ്ദംബുൽ വഹീദു അല്ലദീ യുഹ്ബിതു ജമീഅൽ അഅമാൽ. നമ്മൾ പരലോകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മഹ്ശറിൽ വിചാരണ നേരിടുമ്പോൾ, ശിർക്ക് സംഭവിച്ചവനായ ഒരു വ്യക്തി അവിടെ വിചാരണ നേരിട്ട് കഴിഞ്ഞാൽ എന്താണ് അവന്റെ അവസ്ഥ? ദുനിയാവിൽ ഒരായുസ് മുഴുവൻ അവൻ അനുഷ്ഠിച്ച നിസ്കാരമുണ്ടവിടെ, നോമ്പുണ്ടവിടെ, ഹജ്ജരായിരിക്കും, നാട്ടിലെ പേര് കേട്ട ഇടതു കൈ അറിയാതെ വലതു കൈ കൊണ്ട് ദാനം കൊടുത്ത വലിയ ധർമ്മിഷ്ഠനായിരിക്കും, വലിയ ആബിദായിരിക്കും, മുത്തഖിയായിരിക്കും. പക്ഷെ അവസാന കാലത്ത് ശിർക്ക് സംഭവിച്ചിട്ടാണ് മരിച്ചത്. മരിക്കണ സമയത്ത് അള്ളാ എന്ന വിളിക്ക് പകരം വായിൽ ഹോബിയായി വന്ന മുഹ്യിദ്ദീൻ ശൈഖേ മമ്പർത്ത് തങ്ങളെ കാക്കണേ, വല്ലാത്തൊരു വേദന എന്ന് വന്നിട്ടാണ് മരിച്ചത്. എന്താ സംഭവിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട്
വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക്, അള്ളാന്റെ റസൂലെ താങ്കൾക്കിതാ വഹി നൽകപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് മുൻപുള്ള അമ്പിയാക്കൾക്കും ഇതേ വഹി നൽകപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആന്റെ ശൈലി എന്താണ്? ലഇൻ അശ്റക്ത, അള്ളാഹുവിന്റെ റസൂലെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി തീരും, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം വൃഥാവിലായിത്തീരും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അള്ളാന്റെ റസൂലെ താങ്കൾ നാളെ നരകത്തിൽ പരാജിതരിൽ ഉൾപ്പെടുകയും ചെയ്യും. അള്ളാന്റെ റസൂലിനെ ഖലീലിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അള്ളാന്റെ റസൂലിനോട്, അതിനേക്കാൾ വലിയ ഹാജിരുണ്ടോ ഇവിടെ? അതിനേക്കാൾ വലിയ തങ്ങന്മാരുണ്ടോ ഇവിടെ? അതിനേക്കാൾ വലിയ ഹോജമാരുണ്ടോ ഇവിടെ? ശിർക്കിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഏതൊരു അമലും നിശേഷം ബാക്കിയില്ലാതെ. അള്ളാഹു പറഞ്ഞ മറ്റൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫുർഖാൻ, വഖദിംനാ ഇലാ മാ അമിലു, അവർ പ്രവർത്തിച്ചതിലേക്ക് നാം മുന്നിടും, മിൻ അമൽ, ഏതൊരു അമലാകട്ടെ, ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, ആ അമലുകളെയെല്ലാം അള്ളാഹു ഈ സൂര്യപ്രകാശത്തിന്റെ ഓടിട്ട വീടുകളിൽ ഈ പ്രകാശം അടിക്കൂലേ, സൺലൈറ്റ് അടിക്കൂലേ ഇടനാഴിയിലൂടെ, അതൊരു കുഴൽ പോലൊരു പ്രകാശരശ്മിയായി രൂപപ്പെടുമ്പോൾ അതിൽ പാറുന്ന ധൂളികളുണ്ടല്ലോ, പൊടിപടലങ്ങൾ, അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ആ സൺലൈറ്റിന്റെ എഫക്റ്റിലേ അത് കാണുള്ളൂ. ഇതിനാണ് ഹബ എന്ന് പറയാം. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അള്ളാഹു നടത്തി ഇതുപോലെ അവിടെ ധൂളികൾ, ആ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറിക്കളിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിലയുമില്ലാതെ ഇതുപോലെ നിസ്സാരമാക്കി, ശൂന്യമാക്കി, നിഷ്ഫലമാക്കി അള്ളാഹു അമലുകളെ പാറ്റിക്കളയുന്നതാണ്. പറത്തപ്പെടുന്ന ധൂളികളെ പോലെ ശിർക്ക് ചെയ്ത ആളുകളുടെ നന്മയുടെ കൂമ്പാരങ്ങളുടെ അവസ്ഥയാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ ശിർക്ക് ചെയ്ത ആളുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. മസലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ ശിർക്ക് ചെയ്ത് കാഫിറായി മരിച്ചവർ. ശിർക്ക് ചെയ്ത് മരിച്ചവനാരും? ശിർക്കിലായി മരിച്ചവർ കാഫിറാണ്. ശിർക്കിലായ ഒരാൾ മരിച്ചാൽ കാഫിറാണ്. അങ്ങനെ തങ്ങളുടെ റബ്ബിൽ ശിർക്ക് ചെയ്ത് കുഫറിലായി മരിച്ചവരുടെ ഉപമ അള്ളാഹു പറയണം. അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കറമാദിൻ, വെണ്ണീർ പോലെയാണ്. വെണ്ണീർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? വെണ്ണീർ, ചാരം, നമ്മളിത് കത്തിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുന്ന ചാരം, ഇവിടെ വെണ്ണീർ എന്നുള്ള പ്രയോഗമില്ല. വെണ്ണീർ പോലെ. ഇസ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫിൻ, കൊടുങ്കാറ്റടിച്ചു വീശുന്ന ഒരു ദിവസം വെണ്ണീറിനെ കാറ്റെങ്ങനെ കൊണ്ടുപോകും? നിസാര കാറ്റല്ല, കൊടുങ്കാറ്റത്ത്, സാധാ കാറ്റത്ത് തന്നെ വെണ്ണീറിന്റെ അവസ്ഥ എന്താണ്? അതോടൊപ്പം കൊടുങ്കാറ്റും കൂടി ഉണ്ടായാലോ ആ ചാരം എങ്ങനെയായിരിക്കും? അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ, അവർ സമ്പാദിച്ചു കൂട്ടിയ അമലുകളൊന്നും അവർക്കൊന്നും നൽകാത്ത അവസ്ഥയിൽ നിഷ്ഫലമായി, നിർവീര്യമായി അത് പാറ്റപ്പെടുന്നതായി പോകും. ശിർക്ക് ചെയ്ത് മരിച്ചവരുടെ അമലുകളുടെ അവസ്ഥയാണത്. അതുകൊണ്ട് അവരുടെ അമലുകൾ നിഷ്ഫലമായി തീരും. ഇതാണ് ശിർക്ക് ഏറ്റവും വലിയ തിന്മയാകാനുള്ള മറ്റൊരു കാരണം. തൽക്കാലം നമുക്ക് ഈ മസാല ഇവിടെ നിർത്താം. ബാക്കി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.